ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡിങ്ങിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ മൊബൈലിൽ വരുന്ന കോൾസ് റെക്കോർഡ് ചെയ്യേണ്ടി വന്നാൽ അതെങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിലായി നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ നമ്മുടെ കോൾ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ടോപ്പ് റൈറ്റ് സൈഡിലായി 3 ഡോട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കോൾ ഹിസ്റ്ററി, സെറ്റിംഗ്സ്, ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നീ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സെറ്റിംഗ്സ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കുറേയേറെ ഓപ്ഷൻസ് കാണാം. ഈ ഓപ്ഷനിൽ കോൾ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷന് താഴെയായി ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് അൺനോൺ നമ്പേഴ്സ്, ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദീസ് നമ്പേഴ്സ് എന്നീ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനായ ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡ് അൺനോൺ നമ്പേഴ്സ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ അൺനോൺ നമ്പേഴ്സ് നിന്ന് വരുന്ന കോൾസ് എല്ലാം റെക്കോർഡാക്കും. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും. അതിൽ ക്യാൻസൽ ഓൾവേസ് റെക്കോർഡ് എന്ന 2 ഓപ്ഷൻ കാണും. നമുക്കതിൽ ഓൾവേസ് റെക്കോർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി മുതൽ നമ്മുടെ മൊബൈലിൽ വരുന്ന അൺനോൺ നമ്പേഴ്സ് കോൾസ് എല്ലാം റെക്കോർഡായിരിക്കും ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുന്നാൽ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡ് ദീസ് നമ്പേഴ്സ്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സെലക്റ്റഡ് നമ്പേഴ്സ് എന്നൊരു പേജ് ഓപ്പൺ ആകും. ഇതിൽ ഓൾവേസ് റെക്കോർഡ് ദീസ് നമ്പേഴ്സ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് താഴെ കാണുന്ന ചൂസ് എ കോൺടാക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ കോൺടാക്റ്റ് പേജ് ആയിരിക്കും ഓപ്പൺ ആകുന്നത്. ആ പേജിൽ നിന്ന് നമുക്ക് ഏത് നമ്പറിൻ്റെ കോൾസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് ആ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നമ്പറിൽ നിന്ന് വരുന്ന കോൾസ് എല്ലാം എനിക്ക് റെക്കോർഡായിരിക്കും. ഇനി ഈ നമ്പർ റിമൂവ് ചെയ്യണമെങ്കിൽ ആ നമ്പറിന് നേർക്കായി കാണുന്ന ഇൻടു മാർക്ക് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോൾ റെക്കോർഡിങ്ങിനെ കുറിച്ച് നോക്കിയായിരുന്നു. നെക്സ്റ്റ് മുകളിലായി ഡിലീറ്റ് റെക്കോർഡിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. നെവർ, ആഫ്റ്റർ 7 days, ആഫ്റ്റർ 14 days, ആഫ്റ്റർ 30 days. ഇതിൽ നെവർ സെലക്ട് ചെയ്താൽ നമ്മൾ കോൾ റെക്കോർഡിങ്ങിൽ റെക്കോർഡാകുന്ന വോയിസ് ക്ലിപ്പ് ഡിലീറ്റ് ആകുന്നതല്ല. ആഫ്റ്റർ 7 days സെലക്ട് ചെയ്താൽ കോൾ റെക്കോർഡിങ്ങിലെ വോയിസ് ക്ലിപ്പ് 7 days കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും. നെക്സ്റ്റ് ആഫ്റ്റർ 14 days സെലക്ട് ചെയ്താൽ കോൾ റെക്കോർഡിങ്ങിലെ വോയിസ് ക്ലിപ്പ് 14 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകും. സെയിം ഇതേ പ്രോസസ്സ് തന്നെയാണ് 30 daysനും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോൾ റെക്കോർഡിങ്ങിനെ കുറിച്ചും കോൾ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള വോയിസ് ക്ലിപ്പ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഡീറ്റെയിലായി നോക്കിയായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.